ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് മോഡാൻ സിൽക്കിന്റെ കുർത്തിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളെപ്പോഴും കാണുന്ന പ്രിന്റിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്. ഇതിനകത്തോട്ട് ചെറിയൊരു റൗണ്ട് എന്താ പറയാ ഒരു പ്രിന്റാ വന്നേക്കുന്നത്. കണ്ടോ, നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇതിനകത്തോട്ട് നമ്മളെപ്പോഴും സ്ലീവ് എപ്പോഴും 3/4 ഒക്കെ 17 ഒക്കെ വെക്കുന്നത്. ഇത് ഞാൻ ഒരു എൽബോ വരെ കുറച്ച് ടൈറ്റ് ആയി പോയി. എൽബോ വരയ്ക്കും ചെയ്തിട്ട് ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്ക് വന്നിട്ട് ഇതേപോലെ ചെറിയ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. വിത്തൗട്ട് ലൈനിങ് ആണ്. വിത്ത് ലൈനിങ് വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി. കാരണം മോഡൽ സിൽക്ക് ആയതുകൊണ്ട് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വിത്ത് ലൈനിങ് ആയിരിക്കും ബെസ്റ്റ്. പിന്നെ അടുത്ത വേറൊരു പ്രിന്റ് കാണിച്ചു തരാം. ഇതും ബ്ലാക്കിൽ ഇതേപോലെ ഈ ഒരു പ്രിന്റ് വന്നേക്കുന്നത് കണ്ടോ. പ്യുവർ മോഡൽ സിൽക്ക് ആണ് കേട്ടോ. ഇതാണ് അതിന്റെ പ്രിന്റ് വന്നേക്കുന്നത്. അപ്പൊ രണ്ടും ഡിഫറെന്റ് ആണ്. ഒന്ന് ചെറിയ ഡിസൈൻസ് കൂടുതൽ ഇങ്ങനെ വന്നേക്കുന്നതാണ്. ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് ഓൾറെഡി നമ്മൾ കുറച്ച് റെഡി ആക്കിക്കുന്ന പീസാണ്. പക്ഷെ ഇതിനകത്തോട്ട് നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിത്ത് ലൈനിങ് ചെയ്യാം. സ്ലീവ് വേണമെങ്കിൽ നോർമൽ സ്ലീവ് ആക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത്ര ആക്കിയെന്നേ ഉള്ളൂ. അപ്പം ഇത് ഇതിപ്പം വിത്തൗട്ട് ലൈനിങ് വരുമ്പോൾ 1990 പ്ലസ് ഷിപ്പിംഗ് ആ വരുന്നത്. ഇത് വിത്ത് ലൈനിങ് ആകുമ്പോൾ നമുക്ക് 250 കൂടെ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന്റെ ലെങ്ത് 47 ആണ് വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു പാറ്റേണും കൂടെ വേറെ ഇത് കാണിച്ചു തരാം. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതും വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. നമ്മളെപ്പോഴും മൊഡാലൊക്കെ നല്ല കെയർ ചെയ്യണം. കാരണം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ ഈ റോസ് സിൽക്കും ഡെസർട്ട് സിൽക്കൊക്കെ യൂസ് ചെയ്യണ പോലെ തന്നെ വേർത്തിട്ട് അങ്ങനെ തന്നെ ഇത് വെക്കരുത്. കുറച്ചൊന്നും വെയിലത്തിട്ടൊക്കെ ഇട്ടൊക്കെ ചെയ്യാവൂ. കാരണം പിന്നി പോണ ഇതുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റിച്ചിന്റെ പോർഷനിൽ പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ ഇതുപോലെ വിത്തൗട്ട് ലൈനിങ് ആകുമ്പോൾ അത് ഡാമേജ് ആവും. അതുകൊണ്ട് അതൊക്കെ കെയർ ചെയ്യണം. സിൽക്കാണല്ലോ. വിത്തൗട്ട് ലൈനിങ് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ കാണിച്ച് ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയുണ്ട്. ഇതുപോലെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. ഈ ഒരു നല്ല ഭംഗിയാണ് രണ്ട് പാറ്റേൺസ്. പക്ഷെ ഈ ഒരു ഫാബ്രിക് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങും അങ്ങനത്തെ ഒരു പ്രോബ്ലംസും ഉണ്ടാവില്ല. കളർ ഇളകും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.